ഒന്നാം അധ്യായം അതിന്റെ 2-ാം വാക്യം ആർക്കും ശബ്ദം നോക്കി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മതി. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളെല്ലാം നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ഭാഗങ്ങളാണ്. ചെറിയ ചിന്ത മാത്രമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. നമുക്കറിയാം, പാഴ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉപയോഗം ഇല്ലാത്തത്, അല്ലെ? പാഴ്വസ്തുക്കൾ. നമുക്കറിയാം, പാഴ്വസ്തുക്കൾ നമ്മുടെ വീട്ടിലെ പാഴ്വസ്തുക്കളെല്ലാം നാം ഉപേക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ആക്രിക്കാരനൊക്കെ വരുമ്പോൾ നാം എന്ത് ചെയ്യും? അതൊക്കെ പറക്കി അദ്ദേഹത്തിന് കൊടുത്ത് കിട്ടുന്ന കാശ് നാം എന്ത് ചെയ്യാറുണ്ട്? വാങ്ങാറുണ്ട്. പാഴായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗം ഇല്ലാത്തത്, അല്ലെ? പല വ്യക്തികളെ നോക്കി, അല്ലെ, പലരും പറയാറുണ്ട് അവൻ എന്താണ്? ഒരു പാഴ് ജന്മമാണ്. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിതം, ഒന്നിനും കൊള്ളാത്ത ഒരു ജന്മം എന്ന ആ വ്യക്തിയെ കുറിച്ച് പറയുവാനാണ് എന്ത് ചെയ്യുന്നത്? അതങ്ങനെ പറയുന്നത്. ശൂന്യമായിരിക്കുക പറയുന്നത് എന്താണ്? ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ശൂന്യം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഇവിടെ പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ഭൂമി എന്തായിരുന്നു? പാഴും ശൂന്യവുമായിരുന്നു. ആ ഭൂമിയിൽ എന്തില്ലായിരുന്നു? ഒന്നും ഇല്ലായിരുന്നു, വെറും പാഴായിരുന്നു. അവനൊന്നുമില്ലാതെ ശൂന്യമായ ഒരവസ്ഥയിലായിരുന്നു ദൈവം സൃഷ്ടിച്ചതായ ആ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഴും ശൂന്യവുമായിരുന്ന ആ ഭൂമിയിൽ അവൻ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവൻ 6 ദിവസം ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എല്ലാം ആമേൻ ദൈവം ആമേൻ അതിൻ്റെതാകുന്ന രീതിയിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവൻ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ദൈവം അവൻ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ആരെ സൃഷ്ടിച്ചേ? മനുഷ്യനെ അവൻ സൃഷ്ടിക്കുവാൻ വേണ്ടിയായി തീർന്നു. ഈ മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് അവൻ ഈ ഭൂമിയിൽ അവൻ ദൈവം അവൻ സൃഷ്ടിച്ച പാഴായ ഭൂമിയിൽ അവൻ ഹല്ലേലൂയ സ്തോത്രം സകലവും ദൈവം ചെയ്തു. ഒരു വാക്കുകൊണ്ട് ഉളവാകട്ടെ എന്ന് അവൻ പൊന്നുതമ്പുരാൻ പറഞ്ഞ് അവൻ ഓരോ വാക്കിനാൽ അവൻ ഇന്ന് അവൻ നാം കാണുന്ന അവൻ ഈ മനോഹരമാകുന്ന ഭൂമിയെ എന്ത് ചെയ്തു? ദൈവം അവൻ ചമയ്ക്കുവാൻ വേണ്ടിയായി തീർന്നു. ആകാശം അവൻ ഹല്ലേലൂയ, നക്ഷത്രങ്ങൾ അവൻ സസ്യലതാദികൾ അവൻ സമുദ്രം അവൻ നദികൾ പുഴകൾ അവൻ മരങ്ങൾ ഈ പച്ചപ്പ് ഇതെല്ലാം എന്ത് ചെയ്തു? ദൈവം അവൻ മനോഹരമായി തന്റെ വാക്കിനാൽ അവൻ സൃഷ്ടിച്ച് അവൻ ഉണ്ടാക്കിയതിന് ശേഷം ഹല്ലേലൂയ ദൈവം അവൻ മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് അവൻ ആക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ആവശ്യമായതെല്ലാം അവൻ അതിനു മുൻപ് ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതിനു ശേഷമാണ് ദൈവം എന്ത് ചെയ്തത്? മനുഷ്യരെ ഈ ഭൂമിയിൽ ദൈവം ആക്കുവാൻ ഇടയായി തീർന്നത്. ഇന്ന് മനുഷ്യൻ അവൻ ഹല്ലേലൂയ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഓരോന്നും അവൻ കണ്ടുപിടിക്കുന്നത്. അവൻ ഹല്ലേലൂയ അവൻ ഉപജീവനത്തിനായാലും അവന്റെ ജീവിതത്തിന് ആവശ്യമാകുന്ന സകലതും ആ ഭൂമിയിൽ നിന്ന് അവൻ ഹല്ലേലൂയ അവൻ ഉപജീവിക്കുന്നു. അതിൽ നിന്ന് അവൻ ഒരുക്കിയെടുക്കുന്നു. അവൻ ഹല്ലേലൂയ പെട്രോളിയമായാലും സ്വർണ്ണമായാലും എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം അവൻ മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായതെല്ലാം നേരത്തെ എന്ത് ചെയ്ത് ഒരുക്കി അവൻ വച്ചിരുന്നു. അവൻ സ്തോത്രം. അതല്ല എന്റെ വിഷയം, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പാഴും അവൻ ശൂന്യമായിരുന്ന അവൻ ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്നുള്ള അവൻ കാരണ ശബ്ദം മുഴങ്ങിയപ്പോൾ അവൻ സകലതും അവൻ ഉണ്ടായതുപോലെ അവൻ സ്വന്തം ഇന്ന് പകൽക്കാലം അവൻ ഹല്ലേലൂയ നമ്മെ നോക്കി, അവൻ നമ്മുടെ കുടുംബത്തെ നോക്കി, അവൻ ഹല്ലേലൂയ പലരും പറയാറുണ്ട് അവൻ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അവൻ നിന്റെ കുടുംബം കൊള്ളത്തില്ല, അവൻ നിന്റെ ജീവിത ശൂന്യമാണ്, അവൻ നിന്റെ കുടുംബം ശൂന്യമാണ്. അവൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, അവൻ ഉണ്ടാകട്ടെ എന്ന് അവൻ വിളിച്ചു പറഞ്ഞ് അവൻ ആ കാരണ ശബ്ദത്തിന് അവൻ ഉടയവനായ ദൈവം അവൻ ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അവൻ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, അവൻ ഇന്ന് പകൽക്കാലം അവൻ നാം പാഴ് വസ്തുക്കളല്ല, ഇന്ന് പകൽക്കാലം അവൻ ശൂന്യത നിറഞ്ഞ് അവനൊരു ജീവിതത്തിന്റെ അവൻ ശൂന്യത നിറഞ്ഞ് അവനൊരു കുടുംബത്തിന്റെ അവൻ ഉടമയല്ല. ഇന്ന് പകൽക്കാലം നാം അവൻ മറന്നുപോകരുത്. ഹല്ലേലൂയ. അവൻ സ്തോത്ര സകലത്തെയും അവൻ ഉളവാക്കിയ അവനൊരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദാവീദിനെ നോക്കി അവൻ അവന്റെ സഹോദരങ്ങൾ പറഞ്ഞു അവൻ സ്തോത്രം നിന്നെ എന്ത് ചെയ്തില്ല, ഒന്നിനും
കൊള്ളത്തില്ല. ആമേൻ സ്തോത്രം. നീ ഒരു പാഴ്ജന്മവാ. ഹല്ലേലൂയ. ആമേൻ നീ എന്തില്ല, നിന്നെ അവൻ പട്ടാളത്തിലേക്ക് അവൻ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല, യുദ്ധം ചെയ്യുവാൻ അവൻ കൊള്ളത്തില്ല, അവൻ നിന്നെ കൊട്ടാരത്തിൽ കയറ്റുവാൻ കൊള്ളത്തില്ല എന്ന് അവൻ അവന്റെ സഹോദരന്മാര് അവന്റെ മാതാപിതാക്കൾ ഒരുപോലെ പറഞ്ഞ് ആളുകളെ നയിക്കുവാൻ വേണ്ടി അവൻ വനാന്തരത്തിലേക്ക് അവൻ ഹല്ലേലൂയ അവൻ പറഞ്ഞയച്ച ദാവീദിനെ ഹല്ലേലൂയ അവൻ സ്തോത്രം അവൻ പാഴ്ജന്മമായി തള്ളിക്കളയുവാൻ അവനെ സൃഷ്ടിച്ചതായ അവൻ പൊന്നുതമ്പുരാൻ കഴിഞ്ഞില്ല. അവൻ ഹല്ലേലൂയ അവൻ തൈലക്കൊമ്പുമായി അഭിഷേകം ചെയ്യുവാൻ അവൻ ശമൂവേൽ അവൻ ഹല്ലേലൂയ ദാവീദിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ഹല്ലേലൂയ അവൻ മല്ലന്മാരായ അവന്റെ ജ്യേഷ്ഠന്മാരെ എല്ലാം അവൻ ഞാനിവരെ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഓരോരുത്തരെയും മാറ്റി മാറ്റി നിർത്തിയിട്ട് അവൻ ദാവീദിന്റെ അപ്പനോട് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, അവൻ ഒരുവനുണ്ട്, അവനെ ഇതിലൊന്നും കൊള്ളത്തില്ലല്ലേ. ഹല്ലേലൂയ അവനെ ആളുകളെ വയ്ക്കുവാൻ ഞങ്ങൾ അവൻ വനാന്തരത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു. അവൻ ശമൂവേൽ പറഞ്ഞു, ഇല്ല, വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ അവൻ ആളെ വെച്ചു, അവൻ ദാവീദിനെ വരുത്തി. ഹല്ലേലൂയ അവൻ ശമൂവേൽ പറഞ്ഞു, അവൻ യഹോവ അവൻ ഇവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ ഹല്ലേലൂയ ഇസ്രായേലിന്റെ അവൻ രണ്ടാമത്തെ രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്യുവാൻ അവൻ നിങ്ങൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവൻ നിങ്ങൾ പാഴ്ജന്മമെന്ന് പറഞ്ഞ് അവൻ ആളുകളെ വയ്ക്കുവാൻ വേണ്ടി അവൻ എന്നേക്കുമായി അവൻ വനാന്തരത്തിലേക്ക് തള്ളിക്കളഞ്ഞ് അവൻ ഈ ദാവീദിനെ അവൻ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവൻ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്ത, അവൻ നമ്മുടെ പ്രവൃത്തികളല്ല അവൻ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അവൻ നമ്മുടെ കണ്ണിൽ പാഴായിരിക്കുക, അവൻ നമ്മുടെ കണ്ണിൽ അവൻ ഒന്നിനും കൊള്ളരുതാത്തവനായിരിക്കുക. അവൻ പക്ഷേ അവൻ ദൈവ അവൻ ചതഞ്ഞ ഓടയെ അവൻ ഒടിക്കാത്ത ദൈവ, അവൻ പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയാത്ത അവൻ ഒരു ദൈവം. ഹല്ലേലൂയ അവനെ അവൻ നല്ലൊരു രാജാവാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവന്റെ സഹോദരന്മാർ അവൻ പാഴെന്ന് പറഞ്ഞ് തള്ളിയ അവൻ ദാവീദിനെ അവൻ നല്ല ഉപയോഗമുള്ള അവൻ ഹല്ലേലൂയ നല്ലൊരു രാജാവാക്കി തീർത്ത കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അവൻ സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു എപ്പേസ്. ഹല്ലേലൂയ അവൻ സ്തോത്രം. അവന്റെ അമ്മ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എപ്പേസ് എന്ന് പേരിട്ടു. അവൻ ഹല്ലേലൂയ ആ ഭാഗം വായിക്കുമ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. അവൻ ഹല്ലേലൂയ എപ്പേസ് അവൻ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവമേ, എന്റെ മാതാവ് അവൻ എന്നെ നോക്കി പറയുന്നു ഞാൻ വ്യസനമാണ്, എന്റെ സഹോദരന്മാർ അവൻ എന്നെ നോക്കി പറയുന്നു ഞാൻ വ്യസനമാണ്. ഹല്ലേലൂയ അവൻ പ്രാർത്ഥിച്ച കർത്താവേ അവൻ ഹല്ലേലൂയ നീ എന്റെ അതിരിനെ എന്ത് ചെയ്യണം, അവൻ വിശാലമാക്കണം, അനർത്ഥവനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ അവൻ എന്നെ കാക്കണം. ഹല്ലേലൂയ അവിടെ വായിക്കുമ്പോൾ പ്രകാരം കാണുമ്പോ അവൻ എബേസ് അവന്റെ സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവന്റെ സഹോദരന്മാർ അവനെ നോക്കി ഹല്ലേലൂയ അവൻ നീ ദുഃഖമാണ്, അവൻ നീ ഞങ്ങൾക്ക് വ്യസനമാണെന്ന് അവന്റെ മാതാവ് ഉൾപ്പെടെ അവനോട് നോക്കി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം മുൻപാകെ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി എബേസിനെ തീർത്ത ഒരു ദൈവം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നമ്മുടെ മാതാവോ നമ്മുടെ പിതാവോ നമ്മുടെ സഹോദരന്മാരോ അല്ല നമ്മുടെ വിധി എഴുതുന്നത്. അവൻ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അവൻ നമ്മുടെ സുഹൃത്തുക്കളല്ല, അവൻ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അവൻ നമ്മുടെ മാതാവോ പിതാവോ അവൻ നമ്മുടെ സഹോദരങ്ങളോ അല്ല, അവൻ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അവൻ നമ്മുടെ അയൽവക്കക്കാരല്ല, അവൻ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഈ ഭൂമിയിലെ ഒരു കൂട്ടം വ്യക്തി ജീവിതങ്ങളല്ല. ഇന്ന് പകൽക്കാലം അവൻ ഒന്നുമില്ലായ്മയിൽ അവൻ സകലത്തെ ഉള്ളതുവരെ വിളിച്ചു വരുത്തിയ അവൻ നമ്മുടെ ഒരു ദൈവമുണ്ട്. അവനത്ര ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്, അവനത്ര നമ്മുടെ ഭാവിയെ കരുതുന്നത്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആരെ പാഴെന്ന് പറഞ്ഞാൽ അവൻ ഒന്നിനെ കൊള്ളരുതാത്തവനെന്ന് അവൻ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും ഹല്ലേലൂയ അവൻ സ്തോത്രം. പാഴായ ഭൂമിയിൽ അവൻ സകലത്തെയും ഉള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തിയ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ടെന്ന് അവൻ മറന്നു പോകരുത്. ഈ 2021 അവൻ ആദ്യത്തെ ഞായറാഴ്ച അവൻ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ആ ഒരു ഉറപ്പ് അവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. രണ്ടാമത് ഇവിടെ കാണുവാൻ കഴിയുന്നു, അവൻ ആ ഭൂമി എന്തായിരുന്നു, ശൂന്യം ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു ആ ഭൂമി. ഹല്ലേലൂയ അവൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ ഹല്ലേലൂയ നമ്മെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി ഹല്ലേലൂയ അവൻ സ്തോത്രം. ഹല്ലേലൂയ ശത്രു പറയുന്നുണ്ടോ, ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് അവൻ നിന്റെ ജീവിതം ശൂന്യമാണ്, അവൻ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് അവൻ നിന്റെ കുടുംബം ശൂന്യമാണ് എന്ന് ഇന്ന് പകൽക്കാലം നമ്മെ നോക്കി ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇന്ന്
ഇന്ന് പകൽക്കാലം വിളിച്ചു വന്ന വിശ്വാസത്തോടെ ഇല്ല അവൻ സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ അവന് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതം ശൂന്യമല്ല, ഇന്ന് പകൽക്കാലം എന്റെ കുടുംബം ശൂന്യമല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മീനൊന്നും കിട്ടാതെ ആമേൻ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ യേശു അവന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യേശു അവനോട് പറഞ്ഞു, ആമേൻ, പടകിന്റെ വലത്ത് ഭാഗത്ത് എന്ത് ചെയ്യുക, വല വീശുക. അവൻ എന്താ പറയുക, കർത്താവ് ഇന്നലെ രാത്രി മുഴുവൻ അവൻ ഞാൻ എന്ത് ചെയ്തു, അധ്വാനിച്ചു. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ, ആമേൻ. ഇനി ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ വാക്കിന് വല ഇറക്കിയാലും ആമേൻ എന്ത് കിട്ടാനാ എന്നൊക്കെ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ ചിന്തിച്ചു കാണും. ഹല്ലേലൂയ, യേശു കടന്നു വന്നപ്പോൾ അവൻ പത്രോസിന്റെ ശൂന്യമായ പടകിനെ യേശുവിനെ കാണുവാൻ കഴിഞ്ഞത്. അവൻ ഹല്ലേലൂയ, വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ, അവൻ തലമുറകൾക്ക് വേണ്ടി ഒന്നും കൊണ്ടുപോകുവാൻ കഴിയാതെ, അവൻ ഹല്ലേലൂയ രാത്രി മുഴുവനും അവൻ ഹല്ലേലൂയ ഉറക്കളിച്ച് അവൻ അധ്വാനിച്ച് അവൻ കയ്യിൽ ഒന്നും കിട്ടാതെ അവൻ ജീവിതമാകുന്ന പടക് അവൻ ശൂന്യമായിരുന്ന പത്രോസിനോട് അവൻ യേശു ഒരു വാക്ക് പറഞ്ഞു, അവൻ പടകിന്റെ വലത്ത് ഭാഗത്ത് നീ വലയിറക്ക്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കടലിലെ സകല ആമേൻ ഹല്ലേലൂയ വിദ്യകളും അറിയാവുന്ന, അവൻ സമുദ്രത്തിൽ എവിടെയെല്ലാം മീൻ ലഭിക്കുമെന്ന് അറിയാവുന്ന പത്രോസ് ആമേൻ ഹല്ലേലൂയ മറിച്ചൊരു വാക്ക് ചിന്തിച്ചില്ല. യേശുവിന്റെ വാക്കിന് അവൻ എന്ത് ചെയ്തു, വലയിറക്കി. ഹല്ലേലൂയ, അവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ പെരുത്ത മീൻകൂട്ടം കിട്ടി. അവൻ അടുത്തുള്ള പടകിലെ ആൾക്കാരെ കൂടി അവൻ എന്ത് ചെയ്തു, അവൻ ആ വല പിടിച്ച് കയറ്റുവാൻ വേണ്ടി അവൻ ക്ഷണിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ അവൻ പെരുത്ത മീൻകൂട്ടത്തെ അവന് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ നമ്മുടെ ജീവിതത്തെ നോക്കി അവൻ ശൂന്യമെന്ന്, അവൻ നമ്മുടെ ജീവിതത്തെ നോക്കി അവൻ കുടുംബത്തെ നോക്കി അവൻ ശൂന്യമെന്ന് അവൻ ഇന്ന് പകൽക്കാലം വിരിയുന്നതിന് മുൻപ് ഹല്ലേലൂയ അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സ്ഥാനം കൊടുക്കുക. അവൻ കർത്താവിന്റെ വാക്കിനുള്ള സ്ഥാനം കൊടുക്കുക. ഹല്ലേലൂയ, അവൻ ഈ ഭൂമിയെ അവൻ ഇതുപോലെ ചമച്ചവനായ ദൈവം അവൻ ശൂന്യമായിരുന്ന ഭൂമിയിൽ ഹല്ലേലൂയ രണ്ടാം വാക്യത്തിൽ പറയുന്നു, അവൻ ഭൂമി പാഴ് ശൂന്യമായിരുന്നു, അവൻ ഒന്നുമില്ലാത്തതായിരുന്നു. അവൻ ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ കണ്ണിമയിൽ അവൻ ഇത്ര മനോഹരമാകുന്ന ഈ ഭൂമിയെ അവൻ ഹല്ലേലൂയ ഒരു വാക്കുകൊണ്ട് അവൻ തമ്പുരാന് ചമയ്ക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുവാൻ അവൻ ഹല്ലേലൂയ ഈ പുതുവർഷത്തിൽ അവൻ ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. അവൻ ഹല്ലേലൂയ അവൻ ദൈവത്തിന് അവൻ കൽപ്പിക്കുവാൻ സ്ഥാനം കൊടുക്കുക. അവൻ വിശ്വാസത്തോടെ അവൻ ചിലത് വിളിച്ചു പറയുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ, അവൻ ചിലത് ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ, അവൻ ജീവിതത്തിനകത്ത് ചിലത് ഉണ്ടായി വരട്ടെ. അവൻ ഇതുവരെ ഇല്ലാതിരുന്നത്, അവൻ ഇതുവരെ നമുക്ക് കാണുവാൻ കഴിയാതിരുന്നത്, അവൻ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാതിരുന്നത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവൻ തമ്പുരാന്റെ വാക്കിനായി അവൻ ഉണവായി വരുവാൻ അവൻ പത്രോസ് യേശുവിന്റെ വാക്ക് അനുസരിച്ച് അവൻ വലയിറക്കുവാൻ തയ്യാറായതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ വാക്കനുസരിക്ക് അവൻ ദൈവത്തിന്റെ വാക്കനുസരിക്ക് അവൻ അതുപോലെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ, അവൻ വിശ്വാസത്തിന്റെ അവൻ വാക്കുകൾ അവൻ നമുക്ക് പറയുവാൻ ഇടയായി തീരാം. ഹല്ലേലൂയ, അവൻ നമ്മുടെ കുടുംബത്തെ നോക്കി, തലമുറകളെ നോക്കി, അവൻ നമ്മെ നോക്കി ഹല്ലേലൂയ അവൻ പാഴ് ശൂന്യമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാ, ഇല്ല, അവൻ സകലത്തെയും ഉണ്ടാക്കിയ ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ സകലത്തെയും ഉള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തിയ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ എന്റെ ജീവിത ശൂന്യതയല്ല. അവൻ ഹല്ലേലൂയ ബേസിനെ മലിനാക്കിയ ദൈവം, അവൻ ദാവീദിനെ രാജാവാക്കിയ ദൈവം. ഹല്ലേലൂയ, അവൻ പത്രോസിന്റെ പടകിലെ അവൻ ശൂന്യതയെ മാറ്റി അവൻ അതിനെ നിറച്ചവനായ ദൈവം. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതമാകുന്ന അവൻ പടകിനെ നിറയ്ക്കുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ കുടുംബമാകുന്ന പടകിനെ നിറയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകാമോ? നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. അവൻ പാഴും ശൂന്യമായിരുന്ന അവൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ അവൻ സകലത്തെ ഒരു വാക്കുകൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ ചമച്ചവനായ കർത്താവ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത സാഹചര്യം എന്താണ്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? പത്രോസിന്റെ പടകിന്റെ അവസ്ഥയാണോ ഇന്ന് പകൽക്കാലം? എബേസിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണോ നമ്മുടെ ജീവിതം? ദാവീദിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണോ നമ്മുടെ ജീവിതം? ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു ദൈവം. ഹല്ലേലൂയ, 2021 ആരംഭത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവൻ ഈ ഭൂമിയിൽ സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ അവൻ സൃഷ്ടിച്ചാക്കിയ ദൈവം.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്നതെല്ലാം നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ നോക്കി ആരെങ്കിലും പാഴെന്ന് പറയുന്നുവോ? ഹല്ലേലൂയ. ഒരു പാഴ് ജന്മമായിരിക്കുവാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാവീദിനെ രാജാവാക്കിയ കർത്താവേ, എബ്രേയരുടെ സഹോദരന്മാരെ കർത്താവിനാക്കിയ കർത്താവേ, ഇന്ന് പകൽക്കാലം എന്റെ കുടുംബത്തിൽ, എന്റെ സമൂഹത്തിൽ, എന്റെ ദേശത്തിൽ എന്നെ മാന്യനാക്കി തീർക്കണമേ. അതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ നാഥാ, ഇന്ന് പകൽക്കാലം ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. പത്രോസ് അവൻ ശൂന്യമാകുന്ന പടക് അവൻ ഹല്ലേലൂയ മാറ്റി പലതാക്കിക്കൊണ്ടിരുന്ന പത്രോസ് യേശുവിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അവൻ അതിനെ മറന്നു നിൽക്കുവാൻ ഇടയായില്ല, അവൻ അനുസരിച്ചു. ഹല്ലേലൂയ. ആ പടകിനെ യേശു നിറയ്ക്കുവാൻ ഇടയായി. ഇത് പകൽക്കാലം നമ്മുടെ ശൂന്യതകളെ അവൻ 2021 മാറ്റുന്ന ഒരു ദൈവം. നമ്മുടെ കുടുംബത്തിന്റെ ശൂന്യതകളെ 2021 മാറ്റുന്ന അവനൊരു ദൈവം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മോട് ഇടപെടുന്നു, അവൻ നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യതകൾ മാറട്ടെ, നമ്മുടെ അവസ്ഥകൾ മാറട്ടെ, നമ്മുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, നമ്മുടെ രോഗങ്ങൾ മാറട്ടെ, നമ്മുടെ കഷ്ടതകൾ മാറട്ടെ. ഹല്ലേലൂയ. അവൻ യേശുവേ, അങ്ങനെ ഒരു വാക്ക് ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ കേൾപ്പിക്കണമേ എന്ന് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പ്രകാരം പാടുന്നല്ലോ, യേശുവേ ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിടുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം അവൻ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ കേൾപ്പിച്ച ഒരു വാക്ക് അവൻ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഇന്ന് പകൽക്കാലം കർത്താവെ കേൾപ്പിക്കുവാനാകണമെന്നാണ്. ഉളവായി വരട്ടെ എന്ന് അവൻ ഈ ഭൂമിയിൽ മുഴങ്ങിക്കേണ്ട കാരണ ശബ്ദം ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിലും മുഴങ്ങട്ടെ, ഞങ്ങളുടെ ജീവിതത്തിലും മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ശൂന്യമായി പാഴായിരിക്കുന്ന അവൻ ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവേ, അവൻ ദാവീദിനെ പോലെ, എബ്രേയരെ പോലെ, അവൻ പത്രോസിനെ പോലെ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഒരു പകൽക്കാലം കർത്താവ് പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.